നിങ്ങളുടെ ജിമെയിൽ ഐഡിയുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിൽ ജിമെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പ്രൊഫൈൽ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണും. ഇതിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട. തൊട്ട് മേലായിട്ട് നിങ്ങൾക്കൊരു സെർച്ച് ബാർ കാണാം, ഒരു സെർച്ച് ചെയ്യേണ്ട ഒരു ഐറ്റം കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോൺ ഇൻഫോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ തൊട്ട് താഴോട്ട് വരും ഫോൺ ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷന്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസിൽ കാണിക്കും നിങ്ങൾ ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തത്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ സിം ആണെങ്കിൽ പോലും ഏത് സിമ്മിലാണോ രജിസ്റ്റർ ചെയ്തത് ആ സിമ്മ് അതിൽ കാണിക്കും. അതായത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയ നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിലൊരു പെന്നിൻ്റെ ചിത്രം കണ്ടോ മുകളിലായിട്ട്? അപ്പോൾ ആ പെന്നിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നു പോകുന്നത്, അതായത് ഐഫോണൊക്കെ ആണെങ്കിൽ അത് വെരിഫൈ ചെയ്യണം, അത് കൺഫേം കൊടുക്കുക, നിങ്ങളുടെ ഫേസ് ഐഡിയൊക്കെ വെച്ച് അൺലോക്ക് ചെയ്യുക. ശേഷം ഇതിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യാനാണ്. അതായത് പുതിയൊരു നമ്പർ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പെന്നിൻ്റെ ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തൊട്ട് താഴെ കണ്ടോ നിങ്ങൾക്ക് അപ്ഡേറ്റ് നമ്പർ എന്ന് കാണാം. ഈ അപ്ഡേറ്റ് എന്ന നമ്പറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പുതിയ നമ്പർ ഏതാണോ, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇപ്പോൾ നിങ്ങളുടെ നിലവിൽ കയ്യിലുള്ള നമ്പർ ഏതാണോ ആ നമ്പർ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പഴയ പാസ്വേഡും പഴയ നമ്പറും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൽ. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് OTP വന്ന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ADCB അക്കൗണ്ട് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നുള്ള വീഡിയോ കണ്ടു. എന്നിട്ട് നിങ്ങളുടെ ADCB അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം തൊട്ട് താഴെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ മോർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സർവീസ് റിക്വസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റൈസ് എ ന്യൂ റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സെലക്ട് പ്രൊഡക്റ്റ് ടൈപ്പ് ചോദിക്കുമ്പോൾ തൊട്ട് താഴെ കാണുന്ന സേവിംഗ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് റിക്വസ്റ്റ് ടൈപ്പ് എന്നതിൽ അക്കൗണ്ട് ക്ലോഷർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നീട് വരുന്ന ഓപ്ഷനിൽ എന്താണ് റീസൺ എന്നുള്ള കാര്യമാണ് ചോദിക്കുക. അതിൽ ബാങ്ക് ചാർജസ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്താൽ മതി. തൊട്ട് താഴെ നിങ്ങൾ അക്കൗണ്ട് നമ്പർ കൊടുക്കും, അതിൽ സബ്മിറ്റ് കൊടുക്കുക. പിന്നീട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത പേജിൽ ഇത് സബ്മിഷൻ കൊടുത്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് കാണിക്കും. നിങ്ങളതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നീട് തൊട്ട് താഴെ ഏജന്റ് കോഡ് കാണിക്കുകയാണെങ്കിൽ ഒന്നും കൊടുക്കണമെന്നില്ല, അത് കൺഫേം കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിൽ ഒരു OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുത്ത് ക്യാൻസൽ ചെയ്യും.